ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിൽ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി നൽകിയ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂൺ മലപ്പുറം സ്വദേശി അബ്ദുൽ നാസറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. SSLC +1 ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിർണായക കണ്ടെത്തൽ. മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂൾ പ്യൂൺ അബ്ദുൽ നാസറാണ് ചോദ്യപേപ്പർ ചോർത്തി MS സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദിന് നൽകിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ അധ്യാപകൻ ഫഹദ് മുൻപ് ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചിരുന്നു. ആ ബന്ധം വെച്ചാണ് നാസർ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് എന്ന് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടി പറഞ്ഞു. ഫഹദിനെ പറ്റി നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് സോഷ്യലിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ അയാൾ നേരത്തെ ഈ സ്കൂളിൽ HM ആയിട്ട് പ്രിൻസിപ്പളിലേക്ക് ചാർജിൽ കുറേ കാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പാണ് അയാൾ സ്കൂൾ വിടുന്നത്. ജോലി അത് വിട്ടതിന് ശേഷമാണ് ഇവിടെ ഈ MS സൊല്യൂഷൻസ് ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ കട്ട് ചെയ്ത് ചെയ്തിട്ട് വീണ്ടും അവിടെ വെച്ചായിട്ടൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥർക്ക് പങ്കില്ലെന്ന് വ്യക്തമായതായും ക്രൈംബ്രാഞ്ച് SP പറഞ്ഞു. ഒരു കോൺസ്പിറസി ഉള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ആ സെക്ഷനൊക്കെ നമ്മൾ നേരത്തെ ഇടുകയും ചെയ്തതാണ്. നമ്മളെ ഒരു പ്രയാസം ഉണ്ടായിരുന്നത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് എന്തെങ്കിലും ചേരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. അതായത് നമ്മളെ ഒരു അതോറിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം വലിയൊരു വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നുള്ളൊരു കൂടാതെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഇംഗ്ലീഷ് കണക്ക് ചോദ്യപേപ്പറുകൾക്ക് പുറമെ സയൻസ് ചോദ്യപേപ്പറും ചോർത്തി നൽകിയിരുന്നു. എന്നാൽ അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും നാസർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യം ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. നാസറിന്റെ അറസ്റ്റോടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ 3 പേരാണ് ഇതുവരെ പിടിയിലായിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.